കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട രക്ഷിതാവേ, കഴിഞ്ഞ ഒരു വർഷക്കാലം നീ ഞങ്ങൾക്ക് നൽകിയ അതിരില്ലാത്ത സ്നേഹവും ഞങ്ങളെ മുമ്പോട്ട് നടത്തിയ വഴികളുമെല്ലാം കർത്താവെ ഞങ്ങൾ ഈ നോമ്പ് കാലത്ത് ഇപ്പോൾ നോക്കുകയാണ്, ഓർക്കുകയാണ്, ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. കർത്താവെ, നിൻ്റെ കരുണയും കൃപയും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കർത്താവെ നാശത്തിലേക്ക് പോകാനുള്ളവരായിരുന്നു. എന്നാൽ നീ ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ കാൽവറിയിലെ രക്തം ഞങ്ങളെ സംരക്ഷിച്ച് നാശത്തിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്തതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സകലവും അവിടുത്തെ വലിയേറെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഇന്നത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായിട്ട് യോനായുടെ പുസ്തകം 4-ാം അധ്യായം 11-ാം വാക്യമാണ് കുറിവാക്യമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് ഞാൻ ഒന്ന് വായിക്കാം. യോനായുടെ പുസ്തകം 4-ാം അധ്യായം 11-ാം വാക്യം. എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്ലുവാനം മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ? ദൈവം യോനായോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു പ്രത്യേക ജനമാണ് നിനവയിലുള്ളത്. അവർ ആത്മീയമായ അജ്ഞരായിരുന്നു, ദൈവത്തെ അറിയാത്തവരായിരുന്നു, ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരായിരുന്നു. അവരെപ്പറ്റിയാണ് ദൈവം യോനായോട് പറയുന്നത്, എനിക്ക് അവരെക്കുറിച്ച് അയ്യോ ഭാവം തോന്നരുതോ എന്ന്. ഈ വലങ്കയും ഇടങ്കയും തമ്മിൽ വേർതിരിച്ചറിയാത്ത മനുഷ്യരാരായിരിക്കാം? തിരിച്ചറിവില്ലാത്തവർ എന്ന് നമുക്ക് കരുതാം, ജ്ഞാനമില്ലാത്തവർ, അല്ലെങ്കിൽ വെറും സാധാരണക്കാർ, അവഗണിക്കപ്പെട്ടവർ, പരിഹസിക്കപ്പെട്ടവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ആത്മീയമായ അജ്ഞരായവർ, ഇവരൊക്കെ ആകാം. എന്നാൽ അവിടുത്തെ അന്നത്തെ സന്ദർഭത്തിൽ ആത്മീയമായി അജ്ഞരായവർ എന്നുള്ളതാണ് കൂടുതൽ ചേർച്ച എന്ന് തോന്നുന്നു. എങ്കിലും നമുക്ക് ചുറ്റുപാടും ഇത്തരത്തിലുള്ള എത്രയോ മനുഷ്യരുണ്ട്, ഇല്ലേ? നമ്മൾ അവഗണിച്ചവർ, നമ്മൾ പരിഹസിച്ചവർ, നമ്മൾ ഒരിക്കലും കൂട്ടാക്കാൻ മനസ്സില്ലാത്തവർ, അവരെ എല്ലാവരെയും ചേർത്ത് നിർത്തേണ്ട ഒരു കടമ നമുക്കുണ്ട് എന്നാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത്. ദൈവം നിനവയിലെ മനുഷ്യരെക്കുറിച്ച് യോനായോട് പറയുകയാണ്, ഈ മനുഷ്യരോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന്. ദേ വെർ പീപ്പിൾ ഇൻ സ്പിരിച്വൽ ഡാർക്ക്നെസ്. നീതിയും അനീതിയും തമ്മിൽ തിരിച്ചറിയാൻ കഴിവില്ലാത്തവരായിരുന്നു അവർ, കൊച്ചുകുട്ടികളെ പോലെയായിരുന്നു. എന്നാൽ ഇവരുടെ ഇടയിലേക്ക് പോയി ഇവരോട് ദൈവത്തെക്കുറിച്ച് പറയാനായിട്ട് യോനായോട് ദൈവം ആവശ്യപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ദൈവത്തെ നിഷേധിക്കുകയും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുകയും ചെയ്യുന്ന ഈ ജനത്തെ യോനായ്ക്ക് ഇഷ്ടമില്ലായിരുന്നു. നിനവയിലേക്ക് പോകാൻ ദൈവം യോനായോട് പറഞ്ഞെങ്കിലും യോന പോകാനായി കൂട്ടാക്കുന്നില്ല. യോന അതിന് പകരം മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ നിയോഗം തനിക്ക് കിട്ടിയിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കാൻ സന്നദ്ധനല്ലാത്ത ഒരു പ്രവാചകനെയാണ് നമ്മളവിടെ കാണുന്നത്. സ്വന്തം ഇഷ്ടത്തിന് വില കൊടുത്തുകൊണ്ടും ദൈവത്തിൻ്റെ ഇഷ്ടത്തെ അവഗണിച്ചുകൊണ്ടും മുമ്പോട്ട് പോയ ഒരു പ്രവാചകൻ. നിനവയിലേക്ക് പോകുന്നതിന് പകരം തർസീസിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ആ വഴിയിൽ ദൈവം ഇടപെടുന്നത് നമുക്ക് കാണാം. യാത്ര ചെയ്ത കപ്പലിൽ നിന്ന് കടലിലേക്ക് എടുത്തെറിയപ്പെടുന്ന യോനായെയാണ് പിന്നീട് കാണുന്നത്.
മാത്രമല്ല കടലിലേക്ക് വീണ് കടലിൻ്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നുപോയി മരണത്തെ അഭിമുഖീകരിക്കേണ്ട യോനായെ ഒരു തിമിംഗലത്തെ കൊണ്ട് രക്ഷിക്കുന്ന ദൈവത്തെയും നമുക്കവിടെ കാണാം. തിമിംഗലത്തിൻ്റെ വയറ്റിൽ 3 ദിവസം കിടന്നപ്പോൾ യോനായിൽ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത് നമുക്ക് കാണാം. യോന പിന്നീട് നിനവയ്ക്ക് പോകാൻ തീരുമാനിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരിക്കൽ പോകാൻ ആഗ്രഹിക്കാത്ത സ്ഥലത്തേക്ക് ഒരിക്കൽ റിബൽ ചെയ്ത് മാറി നിന്ന യോനായെ ആ സ്ഥലത്തേക്ക് അയക്കാൻ ദൈവം ഉപയോഗിച്ച മാർഗത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കുക. ഒരു മാനസാന്തരത്തിലേക്കാണ് യോന അവിടെ വരുന്നത്. പിന്നീട് യോന നിനവയിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെ ചെന്ന് ദൈവം യോനായോട് പറഞ്ഞത്, യോന ആ രാജ്യത്തെ ജനങ്ങളോട് പറയുകയാണ്. അത് 3-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കാം. യോന നഗരത്തിൽ കടന്നു. ആദ്യം ഒരു ദിവസത്തെ വഴി ചെന്നു. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകും എന്ന് ഘോഷിച്ചു പറഞ്ഞു. യോന നിനവയിലേക്ക് കടന്ന് അവിടുത്തെ ജനത്തോട് പറഞ്ഞു, 40 ദിവസം കഴിഞ്ഞാൽ ഈ നഗരമുണ്ടാകുകയില്ല, ഉന്മൂലമായി നശിച്ചു പോകും. അത് കേട്ട് നിനവയിലെ ജനങ്ങൾ ഭയപ്പെടുകയാണ്. 5-ാം വാക്യത്തിൽ കാണാം, എന്നാൽ നിനവക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്തു. വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടുടുത്തു. വർത്തമാനം നിനവെ രാജാവിൻ്റെ അടുക്കൽ എത്തിയാറേ അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കിവെച്ച് രട്ടുപുതച്ച് വെണ്ണീറിലിരുന്നു. അവൻ നിനവയിലെങ്ങും ഘോഷിപ്പിച്ച് പരസ്യമാക്കിയത് എന്തെന്നാൽ, രാജാവിൻ്റെയും അവൻ്റെ മഹത്തുക്കളുടെയും ആജ്ഞയാവിത്, മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആരോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത്, മേയുകയും വെള്ളം കുടിക്കുകയും അരുത്. മനുഷ്യനും മൃഗവും രട്ടുപുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം. ഓരോരുത്തർ താന്താൻ്റെ ദുർമാർഗവും താന്താൻ്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനം തിരിയുകയും വേണം. ദൈവം വീണ്ടും അനുതപിച്ച് നാം നശിച്ചു പോകാതെ ഇരിക്കേണ്ടതിന് അവൻ്റെ ഉഗ്രകോപം വിട്ടുമാറുമായിരിക്കും ആർക്കറിയാം. ഇത് രാജാവ് പറയുന്നതാണ്. അങ്ങനെ അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞെന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ചു, അത് വരുത്തിയതുമില്ല. ദൈവം അനുതപിക്കുന്ന ഒരവസ്ഥയിലേക്ക് യോനായിലെ ജനങ്ങളും രാജാവും എത്തിച്ചേരുന്നതാണ് കാണുന്നത്. 40 ദിവസത്തിനുള്ളിൽ ഈ നഗരം ഉന്മൂലമായി തീരും എന്ന ദൈവകൽപ്പനയെ അവർ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ എടുത്തു. സർവശക്തനായ ദൈവം ഒന്ന് കൽപ്പിച്ചാൽ അത് സംഭവിക്കും എന്നവർ തിരിച്ചറിഞ്ഞു. ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്നു. ദൈവത്തെങ്കിലേക്ക് അവരുടെ വിശ്വാസം പൂർണ്ണമായി അർപ്പിച്ചു. ഇവിടെ കാണുന്നത് രാജാവും ജനങ്ങളും എല്ലാവരും രട്ടുടുത്ത് വെണ്ണീറിലിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മളുടെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും കാലമാണ്. ഒരു ജനം മുഴുവൻ ഉപവസിച്ച്, ഒരു ജനം മുഴുവൻ ഒന്നിച്ച് ഒറ്റക്കെട്ടായി തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവം മുമ്പാകെ ക്ഷമ ചോദിക്കുന്ന കാഴ്ചയാണ് ഈ നിനവയിൽ നമ്മൾ കാണുന്നത്. മനുഷ്യരും മൃഗങ്ങളും പോലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യരുതെന്നാണ് രാജകൽപ്പന. അവർ പ്രാർത്ഥിച്ചു, അവർ ഉച്ചത്തിൽ ദൈവത്തോട് നിലവിളിച്ചു എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. സകല ദുർമാർഗവും വിട്ടു. വൻ നാശത്തിൽ നിന്ന് അവരെ പിന്നീട് ദൈവം രക്ഷിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ നോമ്പുകാലം നമുക്ക് ആ രാജാവിനെയും ജനത്തെയും ഒന്ന് ഓർക്കാം. ഉപേക്ഷിക്കേണ്ടതെല്ലാം ഉപേക്ഷിക്കണം. ദൈവത്തിൽ നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ അകന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അടുത്തേക്ക് നമ്മൾ ചെല്ലണം. പ്രാർത്ഥനയും ഉപവാസവുമായി ഒരു രാജാവും തൻ്റെ ജനവും ദൈവം മുമ്പാകെ നിലവിളിച്ചതുപോലെ ഈ നമ്മുടെ മുമ്പിലുള്ള നോയമ്പ് കാലം നമ്മൾ ബുദ്ധിയോടെ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. നിനവയിലെ ജനം രക്ഷയിലേക്ക് കടന്നതുപോലെ ഈ നോമ്പുകാലം നമ്മെ ഓർപ്പിക്കുന്നത് നിനവക്കാരെ പോലെ ആത്മീയമായി അജ്ഞരാകാതെ വിശ്വാസത്തിൽ ഉറച്ച് നമുക്ക് മുന്നോട്ട് പോകണം എന്നാണ്.
പ്രാർത്ഥനയോടും ഉപവാസത്തോടും നമുക്ക് ദൈവസന്നിധിയിലേക്ക് ചെല്ലാം. അവൻ നമ്മെ കരുതുന്ന ദൈവമാണ്, എന്നും നമ്മെ കൈവിടാതെ കാക്കുന്ന ദൈവമാണ് എന്ന് നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറക്കുകയില്ല. എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറക്കുകയില്ല. എന്റെ കരത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിയിടും ധരയിൽ. എന്റെ കരത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിയിടും ധരയിൽ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല.